പ്രിയ പ്രേക്ഷകരെ, എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചിലർക്കൊക്കെ ഇന്ന് അവധിയായിരിക്കും, ചിലർക്ക് ഇന്ന് വർക്കിംഗ് ഡേയും നാളെ അവധിയുമായിരിക്കും. എന്തായാലും ഒരു അവധി ദിവസത്തെ കാത്തിരിക്കുമ്പോൾ നമുക്കെല്ലാം ഒരു പ്രത്യേക സന്തോഷമാണ്. ആ അവധി ദിവസം കണ്ടുകൊണ്ടാണ് പലരും പല ദിവസങ്ങളും തള്ളി നീക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും അങ്ങനെ ഒരു സായാഹ്നമാണ്. കുറച്ച് ലേസിനെസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സായാഹ്നമായിരിക്കും. എന്തായാലും കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ ഇന്നലത്തെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് തുടരുന്ന CPI ഉയർത്തിയ വലിയ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെ CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അങ്ങനെ പലവിധ വാർത്തകളുണ്ട്. നമുക്ക് എല്ലാം വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ പ്രതീക്ഷകളാണ്. അത്തരമൊരു പ്രതീക്ഷയായിരുന്നു കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന പ്രഖ്യാപനം, അല്ലേ? വലിയ ഇവന്റുകൾ, മത്സരങ്ങളൊക്കെയും നമുക്ക് ഓരോ പ്രതീക്ഷ നൽകുന്നതാണ്. അത് കാണാമെന്നുള്ള കാത്തുതിരിപ്പ് ഒക്കെ. അങ്ങനെ വേൾഡ് കപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു മെസ്സി വരുമെന്ന പ്രഖ്യാപനം. മെസ്സി നവംബർ 17 കേരളത്തിലേക്ക് എത്തും. മെസ്സിയും അർജന്റീനൻ ടീമും എത്തും എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ മെസ്സിയെ കാണാം എന്നുള്ള കാത്തിരിപ്പ്, അതിനിടയിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉടലെടുത്തിരുന്നു. പക്ഷേ പിന്നെയും പ്രതീക്ഷകൾ നാം വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, സ്പോൺസറും സ്പോർട്സ് മന്ത്രിയും ഒക്കെ ഉറപ്പിച്ച് പറയുകയാണ്, മെസ്സി വരില്ല എന്ന്. മെസ്സി വരില്ല എന്ന് ഉറപ്പാകുന്നത് ഇന്നലെ AFA പുറത്തുവിട്ട ഷെഡ്യൂളോട് കൂടിയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും നവംബറിൽ കേരളത്തിലെത്തുന്നില്ലെന്ന വിവരം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പുറത്തുവിട്ട ഷെഡ്യൂളിലൂടെയാണ് വ്യക്തമായത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട നവംബറിലെ ഷെഡ്യൂളിൽ കേരളം ഉൾപ്പെട്ടില്ല. നവംബറിൽ അർജന്റീനയ്ക്ക് ഒരു മത്സരം മാത്രമാണുള്ളത്. അത് നവംബറിൽ 14 നടക്കുന്ന അങ്കോളയിലെ അങ്കോളയ്ക്കെതിരായ മത്സരമാണ്. അപ്പോൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഷെഡ്യൂൾ നടപ്പാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അങ്കോളയ്ക്കെതിരായ മത്സരത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തും എന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഷെഡ്യൂൾ വരുമ്പോൾ നവംബറിൽ ഒരു മത്സരം മാത്രം, അത് അങ്കോളയ്ക്കെതിരെയുള്ളതാണ്. 17 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരളത്തിൽ മത്സരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഫിഫ അനുമതി ലഭിക്കാത്തതാണ് കാരണം എന്ന് ഇപ്പോൾ പറയുന്നു, സ്പോൺസർമാർ പറയുന്നു. നേരത്തെ ഓരോ തവണയും മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സ്പോൺസർ വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വീണ്ടും പ്രതീക്ഷ നൽകിയിരുന്നു, വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. മറ്റു വാർത്തകളൊക്കെ നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ ഷെഡ്യൂൾ പുറത്തിറങ്ങിയതിനു ശേഷം അക്കാര്യം സ്പോൺസർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ പറയുന്ന ഒരു കാര്യം, അത് ഫിഫ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്നതാണ് ഇന്ന് സ്പോൺസറായ ആൻഡ്രൂ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അർജന്റീനൻ ടീമിന് മാത്രമായി തീരുമാനമെടുക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല. മാർച്ച് മാസത്തെ ഫിഫ വിൻഡോയിൽ മത്സരം നടത്തുന്നതിനായി അനുമതി തേടിയിട്ടുണ്ട് എന്ന കാര്യവും ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞു. ഫിഫയാണ് മത്സരം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. 500 വട്ടം പറഞ്ഞിട്ടുണ്ട് താൻ ഇക്കാര്യം. ഫിഫ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല. ഫിഫ അംഗീകാരത്തിന് നേരത്തെ അനുമതി തേടിയിരുന്നു. എന്നാൽ നവംബർ മത്സരത്തിന് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ സ്പോൺസർ നൽകുന്ന ഒരു പ്രതീക്ഷ മാർച്ചിൽ വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. കേൾക്കാം. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്ക് അതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജന്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു. നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി. ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത
രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അപ്പോൾ ഇതാണ് സ്പോൺസറുടെ വിശദീകരണം. മാർച്ചിൽ കൊണ്ടുവരാൻ പറ്റും എന്നൊരു സാധ്യത കൂടി ഈ സ്പോൺസർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. നവംബറിൽ വന്നില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നത് വരണ്ടെന്ന് അന്ന് ഞാനല്ലേ പറഞ്ഞത്, ഇനി എനിക്ക് വേണമെങ്കിൽ മാറ്റി പറയാമല്ലോ എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇതിന് മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു, അത് സർക്കാരിന് ബോധ്യമുള്ളതാണ്, മറ്റെല്ലാവർക്കും ബോധ്യമുണ്ട്. നിങ്ങളിൽ ചിലർക്ക്, അതായത് മാധ്യമങ്ങളിൽ ചിലർക്ക് മാത്രമാണ് അക്കാര്യം ബോധ്യമാകാത്തതെന്ന് ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നു. മാത്രവുമല്ല, പിടിവാശി കാണിക്കുകയാണെങ്കിൽ, സ്പോൺസർ പിടിവാശി കാണിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അർജന്റീനൻ ടീമിനെ ഇവിടെ കൊണ്ടുവരാൻ അവർക്കാകും, ഏതെങ്കിലുമൊക്കെ ഷോയിൽ പങ്കെടുപ്പിച്ച് അവരെ മടക്കിവിടാനാകും. പക്ഷേ ഒരു മത്സരം സാധ്യമാകില്ല. പക്ഷേ ഇവിടെ ഒരു അന്താരാഷ്ട്ര മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്പോർട്സിന് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ ആ വരവ് പ്രയോജനപ്പെടുത്തണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന ഒരു കാര്യം കൂടിയാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി നവംബറിൽ എന്തായാലും മെസ്സി എത്തില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. വലിയ നിരാശ എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനിയും ഒരു പ്രതീക്ഷയുള്ളത് മാർച്ചിലെ വിൻഡോയിൽ ഇവിടെ അവരെ എത്തിക്കാനുള്ള നീക്കം അവർ സജീവമാക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തുകൊണ്ടാണ് ഈ ഫിഫ അംഗീകാരം ലഭിക്കാതെ പോയത്, പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടിയും വരും. എന്തായാലും മെസ്സിയുടെ വരവ് വലിയ ആഘോഷമായി, മെസ്സി വരും എന്നത് വലിയ ആഘോഷമായി സർക്കാർ ഉൾപ്പെടെ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മെസ്സി വരില്ല എന്നുറപ്പായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം ആ രീതിയിൽ പ്രസക്തമാണ്. മെസ്സി ചതിച്ചാശാനെ എന്നതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. കാരണം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മെസ്സി വരണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദീകരിക്കണം. വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ വരത്തില്ല എന്ന് പറയുമ്പോൾ അതിന് എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന കാര്യമാണ് വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞില്ലേ പണ്ട്. മെസ്സി ചതിച്ചാശാനാണ്. മെസ്സി മനസ്സിലായ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രചരണമാണ്. വന്നാൽ നല്ല കാര്യം, ഞാൻ ഇപ്പോഴും അത്രേ പറയുന്നത്, വന്നാൽ നല്ല കാര്യം. പക്ഷെ ഈ പ്രചരണം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്. അത് ഈ മെസ്സി വരുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടി അവരെ ഏറ്റെടുക്കണം. രാഷ്ട്രീയ പ്രചരണമായി മാറ്റുമ്പോൾ വന്നാൽ നല്ല കാര്യം, വന്നാൽ നല്ല കാര്യം അല്ല, വന്നാൽ നല്ല കാര്യം. ഞാൻ അത്രയും പറയുന്നില്ല. ഇനി സമയമുണ്ടല്ലോ, മന്ത്രി വന്ന് പറയട്ടെ, മെസ്സി ചതിച്ചെന്ന് പറയട്ടെ. അപ്പോൾ ഇവിടം കൊണ്ടും തീരില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപായിരുന്നു വി.ഡി. സതീശിൻ്റെ ഈ പ്രതികരണം വന്നത്. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. മന്ത്രി ഈ കാര്യങ്ങളിൽ ഒരു വിചിത്രമായ വിശദീകരണമാണ് നൽകിയത്. മെസ്സിയുടെ വരവ് മുടക്കാൻ ചിലർ മെയിൽ അയച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വി അബ്ദുറഹ്മാൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹവും ഈ പ്രതീക്ഷ പൂർണ്ണമായും മാറിയിട്ടില്ല, ഇനിയും അർജന്റീനൻ ടീമും മെസ്സിയും കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ ശ്രമം തുടർന്നു വരികയാണ് എന്നത് അദ്ദേഹം പറയുന്നു. വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വി അബ്ദുറഹ്മാൻ മറുപടി നൽകിയത്. ഇതിന്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിലുകൾ അയച്ച് വരവ്
നിർത്തി അല്ലെങ്കിൽ വരാനുള്ള സാധ്യത അടച്ചു എന്നതാണ് മന്ത്രി പറയുന്നത്. അതെന്തൊരു വിചിത്രവാദമാണ്. മറ്റ് ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നത്. ശരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെസ്സി വരും എന്ന വാക്ക് ഞാൻ ഉൾപ്പെടെയുള്ള മെസ്സി ആരാധകർ വിശ്വസിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ്. ഞാൻ ഓഫീസിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ജോലികളിൽ നിയോഗിക്കണേ എന്ന് അഭ്യർത്ഥിച്ചിരുന്ന പോലുമാണ്. അപ്പോൾ അങ്ങനെ എത്ര പേരായിരിക്കും സ്വപ്നങ്ങൾ കണ്ടത്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. അവിടെയാണ് ഒരു വിചിത്രവാദം കൂടി മന്ത്രി നടത്തുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ആശ നൽകിയ കാര്യമാണ്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ തന്നെ വന്ന് ഈ ഉറപ്പ് നൽകിയതാണ്. അതിലെന്ത് സംഭവിച്ചു എന്നത് കുറച്ചുകൂടി വിശദമായി വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഉണ്ടായി എന്നതാണ് പറയുന്നത്. അത് ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്തരം ഒരു ശ്രമം നടന്നതാണോ, അതോ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതാണോ? അക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. സ്പോൺസർക്കും ഒപ്പം തന്നെ മന്ത്രിക്കും ഒക്കെ ആ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. നമുക്കറിയാം, അർജന്റീന പോലൊരു ടീമാണ്. അവരെ കൊണ്ടുവരിക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. അത്തരമൊരു മത്സരം സംഘടിപ്പിക്കുക എന്നതൊക്കെ പറയുന്നത് ഒരുപാട് ശ്രമം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വിശദീകരണങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുമായി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഭരണമുന്നണിയിൽ ഉടലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനം. സർക്കാരിനെ എതിരെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു. മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്ന വലിയ കുറ്റപ്പെടുത്തൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. CPI കടുത്ത തീരുമാനത്തിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എക്സിക്യൂട്ടീവ് ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും എന്നതായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞു നിർത്തിയ കാര്യം. അപ്പോൾ കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളും ഈ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് എന്താണ് തീരുമാനം എന്നത് എക്സിക്യൂട്ടീവിന് ശേഷം പ്രഖ്യാപിക്കും എന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ തന്നെ കടുത്ത തീരുമാനങ്ങളിലേക്കാണോ CPI നീങ്ങുന്നത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. പക്ഷേ വാർത്താസമ്മേളനം പറഞ്ഞു നിർത്തുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് CPI എന്നതുൾപ്പെടെയുള്ളത് പറയുമ്പോൾ മുന്നണി വിടുന്ന തരത്തിലേക്കൊന്നുമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകില്ല എന്നത് ഉറപ്പായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് തീരുമാനങ്ങളിലേക്കാണ് CPI എത്തുന്നത്? മുന്നണി മര്യാദയുടെ വലിയ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെയല്ല ഒരു ഇടത് സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്ന് CPI അസന്നിഗ്ധമായി വ്യക്തമാക്കിയുമൊക്കെ ചെയ്ത ഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ഉദ്വേഗവും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് CPM മുൻകൈയിൽ ഇത് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമങ്ങളാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെയും മറ്റും നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ നേരിൽ കാണാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം അവിടെ എത്തി നേതാക്കന്മാരുമായി സംസാരിച്ചു, ബിനോയ് വിശ്വവുമായി സംസാരിച്ചു. അതിൻ്റെ ഫോട്ടോ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. വളരെ ഊഷ്മളമായ സൗഹൃദം അത് സൂചിപ്പിക്കുന്ന GR അനിലും ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടത്. അതിനു മുൻപ് തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ സൂചിപ്പിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷം വരെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വിശദീകരണങ്ങളോ ഉറപ്പോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. GR അനിൽ മാത്രമാണ് അതിനുശേഷം പ്രതികരിച്ചത്. അത് ഒരു കൂടിക്കാഴ്ചയിലൂടെ ഒന്നും അവസാനിക്കുന്നതല്ല കാര്യങ്ങൾ എന്ന സൂചന നൽകുന്നതായിരുന്നു. CPI എന്തായാലും 27-ന് ചേരുന്ന നിർവാഹക സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും PM ശ്രീയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പെടുത്ത നടപടിയിൽ അത് CPIയെ അറിയിക്കാത്തതിൽ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്തതിൽ, NEP നടപ്പാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള എതിർപ്പ് CPI പ്രകടിപ്പിക്കുമ്പോൾ അതിൽ എന്ത് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ 27-ന് മാത്രമേ CPI
തീരുമാനമെടുക്കൂ. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്ന പരിഹാരം ആയോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണമോ ഇന്ന് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതുകൂടി നമുക്കറിയാം. അതുകൊണ്ടാണോ ഒരുപക്ഷെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാത്തത്, അതോ ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്, GR അനിൽ എന്താണ് പറഞ്ഞത് എന്നത് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. ചർച്ചയുടെ തുടക്കമാണ് ഇത്. പോസിറ്റീവായിരുന്നല്ലോ. ഞാൻ ബിനോയ് വിശ്വം സാറിനെ കാണാൻ വന്നു. GR മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. കരാറത്ത് പിന്നോട്ട് പോകും. ഇല്ല, അത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ ഇത്. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ ഒരു മുഖമില്ലേ? ഇനിയും ചർച്ച വേണ്ടിവരും. പാർട്ടി ഓഫീസിൽ വന്ന് പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാം. ഇനിയും ചർച്ച വേണ്ടിവരും. ഈ വിഷയത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന നിസ്സഹായ അവസ്ഥയാണ് GR അനിലിന്റെ വാക്കുകളിൽ ഉള്ളത്. CPIയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പിന്നോട്ട് പോവുക ഒട്ടും സാധ്യമല്ല. അതേസമയം കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നതും അസാധ്യമാണ്. ഇടതുമുന്നണി വിടുകയോ കൂടുതൽ അസ്വാരസ്യങ്ങൾ, 2 നിർണായക തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ ഉണ്ടാക്കുകയോ എന്നത് സാധ്യമുള്ള കാര്യമല്ല. ഉള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ നയം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധം അത് പുറത്ത് കാണിക്കുക എന്നതാണ് CPI ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചർച്ചകളും അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം GR അനിൽ പറയുന്നു, ഇത് നയപരമായ കാര്യങ്ങളാണ്, കമ്മിറ്റി കൂടി തീരുമാനമെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്, ഇതിലൊരു തരത്തിലും അനുനയിക്കൽ ഉണ്ടായിട്ടില്ല, ആരെങ്കിലും വന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒഴുക്കൻ മറ്റുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് CPIക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു പ്രതിസന്ധി കൂടി ഈ വിഷയത്തിൽ CPIക്ക് ഇപ്പോൾ ഉണ്ട് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. മാത്രവുമല്ല, വി ശിവൻകുട്ടി പുറത്തുവിട്ട ഫോട്ടോയിൽ വളരെ ഊഷ്മളമായ ബന്ധം, ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ ചിരിക്കുന്ന മുഖം നമുക്ക് കാണാം. ഇന്നലെ സംസാരിക്കുമ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞത് ഞങ്ങളുടെ സഖാവാണ് വി ശിവൻകുട്ടി എന്നതാണ്. അപ്പോൾ അതിനപ്പുറം ഈ നയപരമായ കാര്യത്തിൽ ഉള്ള മന്ത്രിസഭാ യോഗത്തിൽ പോലും കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന, മുന്നണി മര്യാദ പാലിക്കാതെയുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷം ഇതിനെ മറ്റൊരാംഗിളിൽ നോക്കിക്കാണുകയാണ്, മറ്റൊരാംഗിളിലേക്ക് അവരുടെ വിമർശനങ്ങൾ എത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ അപ്രകാരമുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി 10-ാം തീയതി കൂടിക്കാഴ്ച നടന്നതിന് ശേഷമാണ് അസാധാരണമായ ഒരു വേഗം PM ശ്രീയിൽ ഒപ്പിടുന്നതിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായത് എന്ന ചോദ്യം VD സതീശൻ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ സംഭവിച്ചു. 16-ന് MOU ഒപ്പിടുന്നു. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെ കബളിപ്പിച്ചത് എന്നതുകൂടി, CPI അംഗങ്ങളെയും മറ്റു മന്ത്രിമാരെയും കബളിപ്പിച്ചത് എന്നതുകൂടിയാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയണം എന്നതും കൂടി VD സതീശൻ പറയുന്നു. തീയതിയും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ തീർച്ചയായും ഒരു ഗൂഢാലോചനയും ദുരൂഹതയും ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നു എന്നതാണ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തിയത്. അപ്പോൾ ഈ തിടുക്കം, അനാവശ്യ തിടുക്കം, മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയിക്കാതെ കേരളത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമെടുത്തതിൽ ഗൂഢാലോചനയുണ്ട്. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് കേരളം വഴങ്ങേണ്ടി വന്ന സാഹചര്യം എന്ത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത്
16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവയ്ക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? അപ്പോ എന്ത് സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ CPM BJP ബാന്ധവം, അതിനപ്പുറം BJPക്ക് കീഴടങ്ങുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളിൽ കേന്ദ്ര നേതൃത്വവും ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. CPI-യുടെ കേന്ദ്ര നേതൃത്വം, ഒപ്പം CPM-ന്റെ കേന്ദ്ര നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇന്ന് D. രാജ നേരിട്ട് MA ബേബിയെ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നു. ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലുള്ള അതൃപ്തി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. MA ബേബിയും അക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഓക്കെ, MA ബേബി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്തില്ല എന്ന കാര്യം പറയുമ്പോൾ, മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി എന്ന് പറയുമ്പോൾ, അത് CPM മന്ത്രിമാർ പോലും ഇത്തരമൊരു നീക്കം അറിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത്. അങ്ങനെ CPM-ന്റെ മന്ത്രിമാരിൽ നിന്ന് പോലും ഇത് മറച്ചുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളൊക്കെയും പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ ഇതിൽ CPM ഈ NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് മുന്നണി മര്യാദകൾ പാലിക്കുന്നതിലുള്ള വീഴ്ച പരോക്ഷമായി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. V. ശിവൻകുട്ടിയുടെ സന്ദർശനവും അത്തരത്തിലുള്ളതായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരമൊരു നീക്കം ശക്തമാക്കുമ്പോൾ അവിടെ തടയിടുകയാണ് BJP നേതാക്കൾ. ഇന്ന് K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല എന്ന കാര്യം എന്ന് പറയുന്നത് സാധ്യമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര നയങ്ങൾ കേരളത്തിനും ബാധകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് നടപ്പാക്കാതെ പണം മാത്രം വാങ്ങാം എന്ന വിചാരം വേണ്ട എന്നാണ് K. സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രവുമല്ല, സവർക്കറിനെ കുറിച്ചും ഹെഡ്ഗേവാറിനെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടി വരും എന്ന കാര്യം കൂടി K. സുരേന്ദ്രൻ പറയുന്നുണ്ട്. CPI-യെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. CPI കൊരയ്ക്കുകയേ ഉള്ളൂ, കടിക്കില്ല തുടങ്ങിയ പരിഹാസ വാക്കുകളും K. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CPI-യെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. CPI-ക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI കുറയ്ക്കും, കടിക്കില്ല. കാരണം ബിനോയ് വിശ്വത്തിന്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. CPI-യുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണപായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത്? സംസ്ഥാനത്തിൽ എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ മറ്റ് വകുപ്പുകൾക്ക്, മന്ത്രിമാർക്ക് ഒക്കെ നടപ്പാക്കാം. CPI-യുടെ തന്നെ വകുപ്പിൽ ഈ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം പറ്റുന്നില്ല എന്നൊരു ചോദ്യം സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, NEP-യിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് കരുതേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു K. സുരേന്ദ്രൻ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. CPI കടുത്ത വിമർശനം തന്നെ ഇപ്പോഴും ഉന്നയിക്കുന്നു. നിലപാടിൽ ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല എന്ന സൂചനകൾ ഒരു ഭാഗത്ത് നൽകുന്നു. CPI-യുടെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം നടത്തി. KSU-വും ഏതാണ്ട് അതേ സമയം തന്നെ ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം നടത്തി. അപ്പോൾ പ്രത്യക്ഷ സമര രംഗത്ത് തന്നെയാണ്
CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളത്. CPIക്കുള്ളിൽ തന്നെ വലിയ വിയോജിപ്പ് ഉള്ള ഒരു വിഭാഗമുണ്ട് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു അനുനയത്തിലേക്ക് പോകണമെങ്കിൽ പോലും CPIക്കുള്ളിൽ അത് ആദ്യം തീരുമാനത്തിലേക്ക് എത്തണം എന്ന ഒരേ ഒരു തീരുമാനത്തിലേക്ക് അവരും എത്തണം എന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ ഏതായാലും വലിയ അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. അനുനയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ 27-ലെ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നടന്ന ആ കടുത്ത പ്രതിഷേധം ഒന്ന് കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ മറുഭാഗത്ത് നേതൃതലത്തിൽ ഒരു അനുരഞ്ജനത്തിനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. 27-ന് എക്സിക്യൂട്ടീവ് ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കും. മുന്നണിക്ക് അലോസരം ഉണ്ടാകാത്ത രീതിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമാണ് നേതൃതലത്തിൽ നടക്കുന്നത് എന്നതാണ് സൂചന. മുഖ്യമന്ത്രി തന്നെ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ ഭാഗമായിട്ടാണെന്ന് വി ശിവൻകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തിന് ഇട നൽകാത്ത തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പ്രഖ്യാപനമായി എത്താൻ 27 വരെ സമയമെടുക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അതിന് അപ്പുറമുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങളൊന്നും പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നതാണ് വിലയിരുത്തലുകൾ. ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയുടെ ജ്വല്ലറിയിൽ നിന്നുമാണ് ഈ സ്വർണം കണ്ടെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 400 ഗ്രാമിലധികം വരുന്ന സ്വർണമാണ് അവിടെ നിന്ന് കണ്ടെടുത്തിയിരിക്കുന്നത്. 476 ഗ്രാം സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. അത് ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് വരുന്ന വിവരം. ഇത് ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോദം ജുവൽസിൽ നിന്നാണ് ശബരിമലയിൽ നിന്ന് കളവ് പോയതെന്ന് പറയുന്ന സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള SIT സംഘം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബെല്ലാരിയിൽ എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിക്കവറി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രതി കാണിച്ച വഴിയിലൂടെ അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ഈ സ്വർണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ ആയത്. ഏതായാലും ആ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഈ കണ്ടെത്തിയ സ്വർണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഗോവർദ്ധന് ഈ സ്വർണം കൈമാറിയിരിക്കുന്നത്. ജ്വല്ലറിയിലും ബംഗളൂരു ശ്രീറാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലുമൊക്കെ SIT ഇതിനോടനുബന്ധിച്ച് തന്നെ റെയ്ഡ് നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കേസിൽ ഗോവർദ്ധൻ പ്രതിയാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. എങ്ങനെയാണ് അന്വേഷണ സംഘം ഗോവർദ്ധനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ തനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് ഈ ഗോവർദ്ധൻ പറയുന്നുണ്ട്. അത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഗോവർദ്ധൻ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കും എന്നും ഈ ഗോവർദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കുറ്റകൃത്യത്തിൽ ഗോവർദ്ധന്റെ പങ്ക് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 476 ഗ്രാം സ്വർണമാണ് ഈ ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. തനിക്ക് ചിലതൊക്കെ അറിയാം. ഈ ശില്പങ്ങളുടെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ തനിക്ക് ചിലതൊക്കെ അറിയാം എന്ന് ഗോവർദ്ധൻ പറയുമ്പോൾ അത് എന്തൊക്കെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ന്യൂസ് 18നോടായിരുന്നു ഗോവർദ്ധന്റെ ഈ പ്രതികരണം. I am a donor for Shabarimala for main Sri Kovil door, sir.
From past 30-35 years, I am going for visiting Sabrimala. I am an Ayyappa devotee. By wholeheartedly, I am a Ayyappa devotee. This is the thing, sir. SIT called me for taking a statement regarding this one. So I gave the statement in Trivandrum in SIT office last week, and yesterday also they came to Ballari. They investigated. They took some documents. I fully supported for them. This is the main thing. I fully supported it because this matter is in the court. Right now, I can't tell anything. More details I can't tell. I fully supported for the SIT. My wholeheartedly, I am telling that I have not done anything wrong. I will never do wrong things. They asked so many things regarding the Dwarapalaka and what information I have provided all the information with documents I have provided to SIT. Due to this case is in SIT and it is in the court, but I am not supposed to tell more details regarding this one. I think next week or in another 15 days, all the reports the investigation will be completed and all the reports will be submitted in the court, sir. From past 35 years, I am Ayyappa. My Ayyappa, my shop, my house. This is my life. My shop, my house, and Ayyappa. This is my life. This was my lifetime opportunity. I thought that this from so many crore people go to Ayyappa Darshan. So many crore people are there for Ayyappa devotees. Among them, Ayyappa selected me to do this work. To do this work. So I thought like that and I have donated the door. Not only door, sir, from past 35 years, every year, whatever I get opportunity, we have done so many donations. Door is a single one, sir. Apart from this, I have done so many things. All the details with documents, everything with photographs, everything I have provided to SIT. എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് ഗോവർദ്ധൻ പറയുന്നത്. റോദം ജുവലറി ഉടമയാണ് ഗോവർദ്ധൻ. തന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ഒരുപാട് ഡൊണേഷൻസ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലായതിനാലാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയാത്തതെന്നും അന്വേഷണം ഉടൻ പൂർത്തിയാകുമെന്നും അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് കൂടി ഗോവർദ്ധൻ പറയുകയാണ്. അപ്പോൾ അന്വേഷണം ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ കൂടി ഈ ഗോവർദ്ധന്റെ വാക്കുകളിലുണ്ട്. 6 ആഴ്ചയ്ക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം കോടതി നേരത്തെ നൽകിയിരുന്നതാണ്. 2 ആഴ്ച കൂടുതൽ സമയം SIT ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വളരെ വേഗം അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുന്നു അന്വേഷണ സംഘം എന്ന മറ്റൊരു വാർത്ത കൂടി ഈ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അന്വേഷണത്തിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ, ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വേഗത്തിലുള്ള അന്വേഷണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണം കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതിനോട് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. എന്തായാലും സന്തോഷം എന്നതാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. സർക്കാർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ രീതിയിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ അന്വേഷണത്തിന് മറ്റിടങ്ങളിലും ഈ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്ന മറ്റിടങ്ങളിലുമൊക്കെ ക്ഷേത്രങ്ങളിലുമൊക്കെ ആധികാരികമായ തെളിവ് വരികയാണെങ്കിൽ അന്വേഷണം നടത്തുമെന്നതാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. പക്ഷേ ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും മന്ത്രി പറയുന്നു. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്. കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി ഇല്ലാതെ ഈ സ്വർണം കൊണ്ടുപോയതും അതിൽ തട്ടിപ്പ് നടന്നു എന്നതൊക്കെയും കണ്ടെത്തിയത്
അല്ലെങ്കിൽ ഈ അന്വേഷണത്തിലൊക്കെ എത്തിയത് കോടതിയുടെ ഇടപെടലിലൂടെയാണ്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് സർക്കാരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ സ്വർണം തിരികെ അയ്യപ്പൻ്റെ അടുത്ത് എത്തിക്കുക എന്നതാണ് ഉത്തരവാദിത്തം. അതിൽ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ സ്വർണം കണ്ടെത്തിയത് എന്ന് പറയുകയാണ്. അപ്പോൾ കോടതിയുടെ വിമർശനങ്ങളുടെയും ബോർഡ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് വന്നതിൻ്റെയും ഒക്കെ ഒരു ക്ഷീണം മാറ്റാനുള്ള ശ്രമമാണ് ഈ പ്രതികരണത്തിലൂടെ മന്ത്രി VN വാസവൻ നടത്തിയിരിക്കുന്നത്. അതേ നീക്കം തന്നെ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും നടത്തുന്നു. അദ്ദേഹവും പറയുന്നത് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ PS പ്രശാന്തും മുന്നോട്ട് വെക്കുന്നു. ഗൂഢാലോചനയിലോ അല്ലെങ്കിൽ ഉന്നതരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നതാണ് PS പ്രശാന്ത് പ്രതികരിച്ചത്. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്. ശരി, എന്തായാലും വലിയ ആത്മവിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്നെയും തമ്മിൽ ബന്ധിപ്പിക്കാനാകില്ല എന്ന് PS പ്രശാന്ത് പറയുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നു തങ്ങൾ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന്. കോടീശ്വരന്റെ പക്കലാണ് സ്വർണ്ണമെന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പോൾ കോടീശ്വരന്റെ പക്കൽ നിന്ന് തന്നെയാണ് സ്വർണം പിടിച്ചെടുത്തതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്, ഇല്ലേ? മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു, ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അപ്പോൾ സ്വർണം കിട്ടിയപ്പോഴും അങ്ങനെ ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളൊരു നീക്കവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതേസമയം BJPയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തിയിരുന്നത്. സ്വർണ്ണമോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. കനത്ത മഴയും അവഗണിച്ചാണ് ഇന്നലെ നേതാക്കൾ സമരത്തിന്റെ ഭാഗമായത്. ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം മന്ത്രി വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഗുരുവായൂരിന് 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ എന്റെ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണ്. ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും, കൊള്ളയായി കാണും എന്നതാണ് BJP പറയുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഈ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു. സ്വർണം കണ്ടെത്താനായി തുടങ്ങിയ ന്യായവാദങ്ങൾ കണ്ടെത്തുകയാണ്. എന്തായാലും കുറ്റക്കാരാരാണോ അവരെല്ലാം രംഗത്ത് വരണം, നിയമത്തിന് മുന്നിൽ വരണം, അവർക്ക് മതിയായ ശിക്ഷ ഉറപ്പാക്കണം. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആരെയെങ്കിലും കുറ്റക്കാരായി കണ്ടെത്തി ഡമ്മികളെ നിർത്തിയൊന്നും ഈ കേസ് തേച്ചു മായ്ച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടക്കരുത് എന്ന ഒരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകട്ടെ. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന, കോടതി അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, അതീവ രഹസ്യമായി തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസാണ്. അപ്പോൾ കോടതിയിൽ കാര്യങ്ങൾ എത്തുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. നമുക്ക് ചെറിയ ഒരു ഇടവേള എടുത്തതിന് ശേഷം തിരിച്ചെത്താം. ഗസയിൽ ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പദ്ധതി 20 ദിന പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം വെടിനിർത്തലായിരുന്നു. രണ്ടാം ഘട്ടം നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളാണ്. പക്ഷേ നിരവധി ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയായിരുന്നു. ഇസ്രയേലിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി തള്ളിക്കൂട്ടിയ പദ്ധതി എന്നതാണ് ട്രംപിന്റെ പദ്ധതിയെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ഇസ്രയേൽ താല്പര്യങ്ങളായിരുന്നു അതിൽ ബഹുഭൂരിപക്ഷവും എന്നത് തന്നെയാണ്. എങ്കിലും വെടിനിർത്തൽ എന്ന സാധ്യത നിലനിൽക്കുന്നത് ആ പദ്ധതിയിലൂടെയാണ് എന്നതിനാൽ ആ സമാധാന കരാറിനെ ലോകം ബഹുമാനിക്കുന്നുണ്ട്. ഇന്ന് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് ഇസ്രയേലിന് വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്ത
ചെയ്തിട്ടുള്ള ഒരു പദ്ധതി എന്നത് കൂടുതൽ വെളിവാക്കുന്ന കാര്യങ്ങളാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. അത് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിയോഗിക്കപ്പെടുന്ന രാജ്യാന്തര സേനയിൽ ഇസ്രയേലിന് ഇഷ്ടമുള്ള രാജ്യങ്ങളെയാകും ഉൾപ്പെടുത്തുക എന്ന മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനമാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഗാസയുടെ രാജ്യാന്തര സേനയിൽ ഇസ്രയേൽ പറയുന്ന രാഷ്ട്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം സംശയത്തിനതീതമായി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലും സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഗാസയുടെ ഭാവി ഭരണം തീരുമാനിക്കുക എന്നത് പറയുന്നു. ഹമാസിന് യാതൊരു പങ്കാളിത്തവും ഉണ്ടാകില്ല എന്നുകൂടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. മാർക്കോ റൂബിയോ ഇസ്രയേലിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മാർക്കോ റൂബിയോ ഇസ്രയേലിന് ഏറ്റവും സ്വീകാര്യമാകുന്ന ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ആരെങ്കിലുമോ പലസ്തീന്റെ ഏതെങ്കിലും ഒരു സംഘടനയെയോ ഈ രാജ്യാന്തര സേനയിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന കാര്യം ഇസ്രയേൽ വ്യക്തമാക്കിയതാണ്. അതിനോടനുബന്ധിച്ച് തന്നെയുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ നടത്തിയിരിക്കുന്നത്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ പല വിധത്തിൽ ഈ കരാർ ലംഘിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള വലിയ അനുനയ ശ്രമങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇസ്രയേലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം അവിടെ എത്തുകയും നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ജറേഡ് കൂഷ്ണർ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ അഡ്വൈസറും മരുമകനും അഡ്വൈസറുമായ ജറേഡ് കൂഷ്ണർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കോ റൂബിയോ നേരിട്ടെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അവിടെയാണ് ഇസ്രയേലിന് ഒട്ടും സ്വീകാര്യമല്ലാതിരുന്ന രാജ്യാന്തര സേനയിൽ ഹമാസിന്റെ ഏതെങ്കിലും ഭാഗമായി അവരെ അനുകൂലിക്കുന്നത് ആരും ഉൾപ്പെടില്ല എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്ന രാജ്യങ്ങൾ മാത്രമേ ഈ രാജ്യാന്തര സേനയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. തുർക്കിയെ ഉൾപ്പെടുത്തണം എന്ന ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനു കൂടിയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവന തടയിട്ടിരിക്കുന്നത്. ഇസ്രയേലും മറ്റു സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഭാവി ഭരണം തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയെ ഉൾപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ ഇസ്രയേൽ ശക്തമായ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. തുർക്കിയെ ഇതിൽ ഉൾപ്പെടുത്താൻ ഹമാസിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ അതിനോട് ഏതാണ്ട് അനുകൂലിക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു ട്രംപും ഉണ്ടായിരുന്നത്. ട്രംപിന് മേൽ അത്തരമൊരു സമ്മർദ്ദം അറബ് രാഷ്ട്രങ്ങളും ചെലുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് മാർക്കോ റൂബിയോ. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് പ്ലാൻ ബി ഇല്ല എന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. ഇസ്രയേൽ സന്ദർശനത്തിനിടെയാണ് റൂബിയോയുടെ ഈ വാക്കുകൾ. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. With a lot of important work that's happening here. This is a historic mission, by the way. I mean, if you think about it, there's nothing to model this after, because this has never happened before. I think we have a lot to be proud of in the first 10 days, 11 days, 12 days of implementation, where we have faced real challenges along the way, including over the weekend, but also an exciting opportunity. So this will be the journey to sort of get through the 21 points of the plan, to get through all the things that we're trying to achieve is not going to be a linear journey. There's going to be ups and downs and twists and turns. But I think we have a lot of reason for healthy optimism. പലസ്തീൻ അഭയാർത്ഥി സംഘടനയായ UNRWA നേരത്തെ ഇസ്രയേൽ നിരോധിച്ചിരുന്നതാണ്. ഈ UNRWAയുടെ പ്രവർത്തനം ഇനി ഗസയിൽ അനുവദിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതും ഇസ്രയേലിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇസ്രയേലിന് അനുകൂലമായ തീരുമാനങ്ങളാണ് ഗസയിൽ ഇനി നടപ്പാകാൻ പോകുന്നത് എന്നതായിരുന്നു നേരത്തെ തന്നെ വ്യക്തമായിരുന്നത്. ഈ വെടിനിർത്തൽ തന്നെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇപ്പോൾ എല്ലാം വ്യക്തമാക്കുന്നതാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്രയേലിന്റെ താല്പര്യങ്ങളാണ് നടപ്പാക്കുന്നത്. അവിടെ ഈ ഇസ്രയേൽ അനുകൂലിക്കാത്ത സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദം ഉണ്ടാകില്ല എന്ന കാര്യം പറയുന്നു. കരാർ നിലനിർത്താൻ യുദ്ധാനന്തര ഗാസയുടെ കാര്യത്തിൽ ഇസ്രയേൽ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായും US വഴങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനായുള്ള ഇസ്രയേൽ പാർലമെന്റ് നീക്കത്തിന് ട്രംപിന്റെ പിന്തുണയില്ലെന്ന് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്രയേലിന് അനുകൂലമായി മാത്രം നിലപാടുകൾ സ്വീകരിക്കുകയാണ് അമേരിക്ക ചെയ്തു വരുന്നത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചെത്തിയ പലസ്തീൻകാർക്ക്
ഇപ്പോൾ പോലും കൃത്യമായ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഉറപ്പാക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നമുക്കറിയാം 2 വർഷമായി തുടരുന്ന യുദ്ധമാണ്. പരിക്കേറ്റവരും വിദഗ്ധ ചികിത്സ ആവശ്യമായുള്ളവരും അങ്ങനെ നിരവധി മനുഷ്യർ അവിടെയുണ്ട്. അവർക്ക് വേണ്ടുന്ന ചികിത്സ ലഭിക്കുന്നതിനോ ഭക്ഷണം ഉറപ്പാക്കുന്നതിനോ താമസ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനോ ഒന്നും ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഇപ്പോഴും സഹായവുമായി എത്തുന്ന ട്രക്കുകൾ പൂർണ്ണമായും കടന്നുപോകാൻ പോലുമുള്ള അനുവാദം ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ഇസ്രയേൽ അനുകൂല നിലപാടുകളുമായി അമേരിക്ക വരുന്നു എന്നതാണ്. അതേസമയം അവിടെ ഇസ്രയേലിൽ ഒരു സമാധാന കരാർ ഉണ്ടായതിനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നാഴികക്കല്ലാണ് ഈ ചുവടുവയ്പ് എന്നതാണ് UN രക്ഷാസമിതി യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയത്. ഇസ്രയേൽ പലസ്തീൻ സമാധാനത്തിന് 2 സ്വതന്ത്ര രാജ്യങ്ങളാവുക എന്നതാണ് പരിഹാരം എന്ന കാര്യം കൂടി ഇന്ത്യൻ പ്രതിനിധി പറയുന്നു. പക്ഷേ 2 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന ഒരു പ്രഖ്യാപനം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക സ്റ്റേറ്റ് എന്ന നിലയിൽ ഉള്ള ഒരു പ്രശ്നപരിഹാരമല്ല ട്രംപിന്റെ ഈ കരാറിൽ ഉള്ളത്. അതിനും അപ്പുറം ഇപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്നത് യുദ്ധം തകർത്ത ഗാസയെ പുനർനിർമ്മിക്കുന്നതിനായി മേഖലയുടെ ഭരണ ചുമതല ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റ് സമിതിയെ ഏൽപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ഹമാസ് ഇപ്പോൾ ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത് ഒരു തരത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നീക്കമാകും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ഹമാസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പലസ്തീൻ വിഭാഗങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഈജിപ്തിൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹമാസ് ഉൾപ്പെടെ വിവിധ പലസ്തീൻ കൂട്ടായ്മകൾ ഈ സന്നദ്ധതയെ അറിയിക്കുകയായിരുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും അധികാരം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്ന പക്ഷം നിരായുധീകരണം ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്തുമെന്നാണ് പലസ്തീൻ കൂട്ടായ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിരായുധീകരണത്തിന്റെ കാര്യത്തിലും ഹമാസിൽ നിന്ന് അനുകൂല സമീപനം വരുന്നു. അപ്പോഴാണ് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ മാത്രം നടപ്പാക്കാനുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും വരുന്നത് എന്നതുകൂടി ഓർക്കണം. ഈ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും വലിയ വീഴ്ച സംഭവിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുവരെ ഈ സമാധാന കരാർ മുന്നോട്ട് പോകും എന്ന സൂചനകളാണ് ഹമാസ് ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ അത് സംരക്ഷിക്കുന്നത് ഇസ്രയേൽ താൽപ്പര്യങ്ങളാണ് എന്നതാണ് കാണാൻ കഴിയുന്നത്. വെനസ്വേലയിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റത്തിനുള്ള നീക്കം കൂടുതൽ വെളിവാവുകയാണ്. നിക്കോളാസ് മദുറോയുമായുള്ള ഏറ്റുമുട്ടൽ ട്രംപ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിവരുന്നതാണ്. പല തരത്തിലുള്ള കുറ്റാരോപണങ്ങളും ആക്രമണ സന്നദ്ധതയും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ട്രംപ്. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് കരീബിയൻ പ്രദേശത്തേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ലഹരിക്കടത്ത് തടയുന്നതിനുള്ള US നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് ഈ കപ്പലുള്ളത്. താമസിയാതെ ഈ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് ഇത് നീങ്ങും, അവിടെ നിലയുറപ്പിക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. കരീബിയൻ മേഖലയിലെ US-ന്റെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു അമേരിക്ക എന്നതാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ വെനസ്വേലയുടെ തീരത്ത് B-1 ബോംബറുകൾ US പറത്തിയിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയും US ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് എത്തുകയും ചെയ്തിരുന്നു. വ്യോമസേനയിലെ ഏറ്റവും കൂടുതൽ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് B-1. അതിനു മുൻപ് B-52 ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു. F-35B വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വലിയ ആയുധ സന്നാഹങ്ങൾ വെനസ്വേലൻ തീരത്തും കടലിലും ഒക്കെ ഉറപ്പാക്കുകയാണ് അമേരിക്ക. അത് എന്തിനുള്ള നീക്കം എന്ന സംശയം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉണർത്തുന്നതാണ്. വലിയ തന്ത്രങ്ങൾ വെനസ്വേലയുടെ കാര്യത്തിൽ ട്രംപ് നടത്തുന്നു എന്നതാണ് ഈ നീക്കങ്ങളൊക്കെ നൽകുന്നത്. കരീബിയൻ കടലിനും വെനസ്വേലയുടെ തീരത്തും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതോടെ നിക്കോളാസ് മദുറോയെ പുറത്താക്കാൻ ട്രംപ് ശ്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഉയരുന്നത്. അത് അട്ടിമറിക്കാനുള്ള നീക്കമാണോ അതോ ഒരു യുദ്ധ സന്നദ്ധതയാണോ ട്രംപ് പ്രകടിപ്പിക്കുന്നത് എന്ന സംശയങ്ങൾ ബാക്കി നിർത്തുകയാണ്.
ഈ ട്രംപ് ഇതിന് കാരണമായി പറയുന്നത് മയക്കുമരുന്ന് കടത്ത്, ഒപ്പം തന്നെ ജയിലിലുള്ള കുറ്റവാളികളെ US-ലേക്ക് തുറന്നുവിടൽ തുടങ്ങിയ ആരോപണങ്ങളാണ് മദുറോയ്ക്കെതിരെ ട്രംപ് നടത്തുന്നത്. മാത്രവുമല്ല, വെനസ്വേലയിൽ ജനാധിപത്യമില്ല എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള കുറ്റപ്പെടുത്തലുകളും ഇടപെടലുകളും ഒക്കെയാണ് ട്രംപ് നടത്തുന്നത്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനസ്വേലൻ തീരത്ത് നിരവധി ചെറു കപ്പലുകൾ US നേരത്തെ തകർത്തിരുന്നു. മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മഡുറോ US-ൽ നേരിടുന്നുണ്ട്. മഡുറോ മയക്കുമരുന്ന് കടത്ത് സംഘടനയുടെ നേതാവാണ് എന്നതാണ് ട്രംപ് ആരോപിക്കുന്നത്. അങ്ങനെ പലതരം കുറ്റങ്ങൾ ആരോപിച്ചും കണ്ടെത്തിയും ട്രംപ് വെനസ്വേലയെ ലക്ഷ്യമിടുകയാണ്, മദുറോയെ ലക്ഷ്യമിടുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധ കപ്പലുകൾ, ഏതാണ്ട് 90ഓളം വിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്നതാണ് ഈ യുദ്ധക്കപ്പൽ. ആ യുദ്ധക്കപ്പൽ തന്നെ വെനസ്വേലൻ തീരത്ത് വിന്യസിക്കുന്നത്. ഈ ട്രംപിന്റെ ഇടപെടലുകൾ നോക്കിയാൽ രണ്ടാം തവണ US പ്രസിഡന്റായ അധികാരമേറ്റത് മുതൽ തന്നെ വെനസ്വേലയിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ട്രംപ് രംഗത്തുണ്ട്. അടുത്തിടെ ട്രംപ് പല വിവാദ പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അത് സംഘർഷം രൂക്ഷമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയെ അഭിനന്ദിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങളും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് നിരവധി തവണ സഹായം നൽകിയിട്ടുണ്ടെന്നായിരുന്നു അന്ന് ട്രംപ് അവകാശപ്പെട്ടത്. ഇതിനെല്ലാം പിന്നാലെയാണ് കരീബിയൻ കടലിൽ ഇപ്പോൾ US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പരാമർശങ്ങളിൽ ഒരു അട്ടിമറി നീക്കം സംശയിക്കുന്നത്. മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തനിക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് ട്രംപ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആക്രമണങ്ങൾ കരയിൽ നടത്തുമെന്ന സൂചനയുമൊക്കെ ട്രംപ് നൽകിയിരുന്നു. പക്ഷേ ഇതിനോട് ശക്തമായി തന്നെയാണ് മദുറോ പ്രതികരിക്കുന്നത്. US വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനം ഉൾപ്പെടെ അയച്ച സാഹചര്യത്തിൽ ഇതൊരു സുരക്ഷയ്ക്കുള്ള ഭീഷണിയാണ് എന്ന് ട്രംപ് ആരോപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കരീബിയയിലേക്ക് അയക്കാനുള്ള നീക്കം ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് വെനസ്വേല കാണുന്നത്. യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ട്രംപിന്റെ നീക്കങ്ങളെന്ന് മദുറോ ആരോപിക്കുന്നു. ഒരു പുതിയ യുദ്ധം കെട്ടിച്ചമയ്ക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്നതാണ് മദുറോ പറയുന്നത്. എന്തായാലും വലിയ വിമർശനം മദുറോയുടെ ഭാഗത്തു നിന്ന് ട്രംപിനെതിരെ ഉയരുകയാണ്. ഇനി ഒരു യുദ്ധം താങ്ങുക സാധ്യമല്ല ലോകത്തിനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, പല യുദ്ധങ്ങളിലും പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻ ചുമതലയേറ്റ 7 മാസത്തിനുള്ളിൽ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പല യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഉള്ള തൻ്റെ ഇടപെടലുകൾ വളരെ ആത്മാർത്ഥം എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത്, അവിടേക്ക് ആയുധ സന്നാഹങ്ങൾ അയക്കുന്നത്, ആ രാഷ്ട്രത്തെ വേട്ടയാടാനും അവിടുത്തെ അധികാരം അട്ടിമറിക്കാനും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചു നീട്ടാനും ഒക്കെ ഉള്ള ശ്രമം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇടത് ഭരണമുള്ള ഒരു രാഷ്ട്രത്തെ ഈ രീതിയിൽ നോക്കിക്കാണുന്ന ട്രംപാണ് താൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ആളാണ് എന്ന് സ്വയം വീമ്പ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ട്രംപിന്റെ വാക്കിനും പ്രവർത്തിക്കുമൊക്കെ എന്ത് ആത്മാർത്ഥത എന്ന ചോദ്യമാണ് വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ഈ നീക്കങ്ങളിൽ ലോകത്തിന് തന്നെ ട്രംപിനോട് ചോദിക്കാനുള്ളത്. എന്തായാലും ഇന്ന് നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.